മനുഷ്യർക്ക് രണദിവെ എന്നും നിർഭൻ ചക്രവർത്തി എന്നുമൊക്കെ പേരുള്ള നാടാണ് കേരളം. സ്ഥലങ്ങൾക്കും മോസ്കോ തെരുവ് എന്നൊക്കെ ലെനിൻ മുക്ക് എന്നൊക്കെ പേരാകാം. മാറിടമെന്നും മൂക്കടപ്പ് എന്നുമൊക്കെ ഇവിടെ സ്ഥലപ്പേരുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് വിവാദമായിരിക്കുന്ന രണ്ട് പേരുകൾ ഇപ്പോൾ നാട്ടിലുണ്ട്. അത് പാകിസ്ഥാൻ മുക്കും ജിന്ന സ്ട്രീറ്റും ആണ്. ഈ രണ്ടു പേരും അശ്ലീലമാണ് എന്ന് പറയാതെ വയ്യ. മറ്റു പല പേരുകളും കമ്മ്യൂണിസത്തിൻ്റെ സ്വാധീനം കൊണ്ടുണ്ടായതാകാം. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു PC ജോഷി. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ ജോഷി എന്നുള്ള പേര് ഒരുപാട് പ്രചരിക്കുകയുണ്ടായി. അതുപോലെയല്ല ഈ പാകിസ്ഥാൻ മുക്ക്, ജിന്ന സ്ട്രീറ്റ് തുടങ്ങിയ പേരുകൾ. ഇന്ത്യയുമായി നിരന്തരം ശത്രുതയിലുള്ള ഒരു രാജ്യവുമായി ബന്ധപ്പെട്ട പേരുകൾ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ മുഗൾ അവശേഷിപ്പുകളൊക്കെ ഇപ്പോൾ രാജ്യത്ത് നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നത്. അഹമ്മദ് നഗർ, ഔറംഗാബാദ് തുടങ്ങിയ സ്ഥലപ്പേരുകളൊക്കെ അപ്രത്യക്ഷമാവുകയും അവർക്കൊക്കെ അഹില്യ ഭായ് ഹോൾക്കറുടെ ഒക്കെ പേര് വരുന്നതുമൊക്കെ വലിയ മാറ്റമാണ്. ഈ പാകിസ്ഥാൻ മുക്ക് എന്ന സ്ഥലം കൊല്ലം പത്തനംതിട്ട അതിർത്തിയിലാണ്. അത് മാറ്റാനായിട്ട് പല ശ്രമങ്ങൾ നടന്നിരുന്നു. അവിടുത്തെ അതിർത്തി ഗ്രാമമാണ് കടമ്പനാട്. കടമ്പനാട് നിന്ന് ഏനാത്തേക്ക് പോകുമ്പോൾ 2 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് പാകിസ്ഥാൻ മുക്ക്. അത് കൊല്ലം കുന്നത്തൂർ താലൂക്ക് ഐവർകാല പടിഞ്ഞാറ് വടക്ക് വാർഡ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഈ പാകിസ്ഥാൻ മുക്ക് എന്ന പേര് എങ്ങനെ വന്നു എന്ന് നാട്ടുകാർക്കാർക്കും അറിയില്ല. നാട്ടുകാർക്ക് അത് പൊതുവെ എങ്ങനെ വന്നു എന്നറിയില്ലെങ്കിലും അത് ചില നിക്ഷിപ്ത താല്പര്യക്കാർ കൊണ്ടുവന്ന് ചാരിയതാകാനാണ് വഴി. പാകിസ്ഥാൻ എന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ആ പേര് അവിടെ വന്നതിന് പിന്നിലെ താല്പര്യവും വളരെ വ്യക്തമാണ്. ഇതുപോലെ ജിന്ന സ്ട്രീറ്റ്, പാലക്കാട്ടെ ജിന്ന സ്ട്രീറ്റ് എന്ന തെരുവിൻ്റെ പേര് ചേറ്റൂർ ശങ്കരൻ നായർ റോഡ് എന്നാക്കണം എന്നൊരാവശ്യം അവിടുത്തെ നഗരസഭയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അത് BJP കൗൺസിലറാണ് അങ്ങനെ ഒരു അപേക്ഷ അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ ഹെഡ്ഗേവാർ എന്ന് നൈപുണ്യ കേന്ദ്രത്തിന് പേരിടാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ പുകിലിൻ്റെയൊക്കെ അവസാനമാണ് ഈ ജിന്ന സ്ട്രീറ്റ് എന്ന പേര് ഉയർന്നു വന്നത്. പാലക്കാട് വലിയങ്കണ്ടിയിലാണ് ജിന്ന സ്ട്രീറ്റ്. 1977 UDF ഭരണകാലത്താണ് ആ തെരുവിന് ജിന്ന സ്ട്രീറ്റ് എന്ന് പേരുണ്ടായതെന്ന് പറയപ്പെടുന്നു. അതിനു മുമ്പ് അത് കാലിക്കര തെരുവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ അവിടുത്തുകാരിയായ CPMൻ്റെ കൗൺസിലർ സലീന ബീവിക്ക് വേറൊരു അഭിപ്രായമാണുള്ളത്. അവർ പറയുന്നത് ആ സ്ഥലം നേരത്തെ അറിയപ്പെട്ടിരുന്നത് ജയ്ഹിന്ദ് സ്ട്രീറ്റ് എന്നാണ്. വലിയങ്ങാടി എന്നും പട്ടാണി സ്ട്രീറ്റ് എന്നുമൊക്കെ അറിയപ്പെട്ടതായിട്ടും സലീന ബീവി പറയുന്നുണ്ട്. പക്ഷേ സലീന ബീവി പറയുന്നതിലെ ഏറ്റവും വലിയ തമാശ ഈ ജിന്ന സ്ട്രീറ്റിലെ ജിന്ന പാകിസ്ഥാൻ്റെ സ്ഥാപകനായ മുഹമ്മദ് അലി ജിന്ന ആയിരിക്കണമെന്നില്ല, നാട്ടുകാരനായ ഒരു ജിന്ന ആയിരിക്കാം എന്നാണ്. പക്ഷേ അങ്ങനെ ഒരു ജിന്ന അവിടെ ഉള്ളതായിട്ട് സലീന ബീവിക്കോ നാട്ടുകാർക്കോ അറിയുകയുമില്ല. പക്ഷേ അവിടെ പണ്ട് തിരഞ്ഞെടുപ്പിനൊക്കെ നിൽക്കുന്ന ചില സാഹിബുമാരുമൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ജിന്നയുമായി ബന്ധപ്പെട്ടവരുമായിരുന്നു. അങ്ങനെ ജിന്ന വന്നതാകാം എന്നുമൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം. എന്തായാലും ഈ രണ്ട് പേരുകൾ പാകിസ്ഥാൻ സ്ട്രീറ്റും പാകിസ്ഥാൻ മുക്കും ജിന്ന സ്ട്രീറ്റും ഇത് രണ്ടും അടിയന്തരമായി മാറ്റുന്നതിനെപ്പറ്റി ആലോചിക്കേണ്ടതാണ്. നാട്ടുകാർ അതിന് മുൻകൈ എടുക്കേണ്ടതുമാണ്. എന്താണ്
ജിന്നയുടെയും പാകിസ്ഥാൻ്റെയും ഒക്കെ പാരമ്പര്യമായി നമുക്ക് മനസ്സിലാകുന്നത്. മുഹമ്മദ് അലി ജിന്ന കോൺഗ്രസിൻ്റെ ഭാഗമായി നിലകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം ഒരു സുന്നി മുസ്ലിം അല്ല, ഷിയാകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം സാധാരണഗതിയിൽ ശരീഅത്ത് നിയമം പറയുന്ന ഒന്നും അനുസരിക്കുന്ന ആളല്ല. പുകവലിച്ചിരുന്ന ആളാണ്, പട്ടിയെ വളർത്തിയിരുന്ന ആളാണ്. പാകിസ്ഥാനിൽ അദ്ദേഹം ഭരിക്കുന്ന കാലത്തും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ധാരാളം പട്ടികളുമൊക്കെ ഉണ്ടായിരുന്നു എന്നറിയാം. ഇസ്ലാമിൽ ഹറാമായ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരാളാണ് ജിന്ന. ഈ സുന്നികൾ വിശ്വസിക്കുന്ന പ്രത്യേകതകളോ സവിശേഷതകളോ മഹിമകളോ ഒന്നും ഇല്ലാതിരുന്ന ഒരാളാണ് മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് അലി ജിന്ന നമ്മൾ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം വായിക്കുമ്പോഴാണ് അറിയുന്നത് മുഹമ്മദ് അലി ജിന്ന അധികം കാലം ജീവിച്ചിരിക്കില്ല എന്നത് മുംബൈയിലെ അദ്ദേഹത്തിൻ്റെ ഡോക്ടർക്ക് അറിയാമായിരുന്നു. അതിന് തെളിവായി എക്സ്റേ ചിത്രവും ഉണ്ടായിരുന്നു. അദ്ദേഹം അനാരോഗ്യ അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ലോർഡ് മൗണ്ട് ബാറ്റൻ ഇന്ത്യ വിഭജനം ഒരു 6-7 മാസത്തേക്ക് മാറ്റി വെച്ചിരുന്നെങ്കിൽ തന്നെ ഇന്ത്യ വിഭജിക്കേണ്ടി വരികയില്ലായിരുന്നു എന്ന് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മാത്രമല്ല ജിന്ന പാകിസ്ഥാനുണ്ടായി താമസിയാതെ മയ്യത്താവുകയും ചെയ്തു. അതുകൊണ്ട് ഈ മൗണ്ട് ബാറ്റന് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് ചില നിക്ഷിപ്ത താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ അധിനിവേശം നടന്ന സ്ഥലങ്ങളെല്ലാം വിഭജിക്കണം എന്നുള്ളത് അവർ എന്നും പുലർത്തിപ്പോന്ന ഒരു നയമാണ്. ലോകയുദ്ധത്തിൻ്റെ അവസാനം അവർ തുർക്കി സാമ്രാജ്യം വിഭജിച്ചിട്ടുണ്ട്. പിടിച്ചടക്കിയ സ്ഥലങ്ങളൊക്കെ അവർ വിഭജിച്ചിട്ടാണ് വിട്ടുപോയത്. അതുകൊണ്ട് ജിന്നയെ മൗണ്ട് ബാറ്റൻ ധാരാളമായി പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ ജിന്ന ഇന്ത്യ വിഭജനത്തിൽ ഇന്ത്യയെ എത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഗുണമൊന്നുമില്ലാത്ത ഒരു പൈതൃകം ഉള്ള ജിന്നയുടെ പേരിൽ ഒരു തെരുവ് പാലക്കാട് ഉണ്ടാകുന്നതിലും നല്ലത് ശരിക്കും ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയായ ചേറ്റൂർ ശങ്കരൻ നായരുടെ പേര് തന്നെയാണ് നല്ലത്. ചേറ്റൂർ ശങ്കരൻ നായർ വലിയ പ്രതാപശാലിയായ ആളായിരുന്നു. അദ്ദേഹം പ്രതാപശാലി ആയതുകൊണ്ടാണ് അദ്ദേഹം ജനിച്ച മങ്കരയിൽ ബ്രിട്ടീഷുകാർ ഒരു റെയിൽവേ സ്റ്റേഷൻ അനുവദിച്ചത് എന്നതാണ് ചരിത്രം. അപ്പോൾ ജിന്നയുടെ പേരും ഈ പാകിസ്ഥാൻ മുക്കും നമ്മുടെ ഭൂമുഖത്ത് നിന്ന് ഏതാണ്ട് ഒരേ കാലത്ത് അസ്തമിക്കേണ്ടത് അടിയന്തര ആവശ്യമാണ്. അത് ഈ പഹൽഗാം ഭീകരതയുടെ പിന്നാലെ ഒരു സംഘർഷം മുറ്റി നിൽക്കുന്ന ഈ കാലത്ത് തന്നെ ജനങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതുമാണ്. ജനങ്ങളെ അതിന് പ്രേരിപ്പിക്കേണ്ടത് രാഷ്ട്രീയ കക്ഷികളാണ്. രാഷ്ട്രീയ കക്ഷികൾ ഇസ്ലാമിസ്റ്റുകളും മാർക്സിസ്റ്റുകളും അല്ലാത്ത സാധാരണ മനുഷ്യർ ഇതിന് മുൻകൈ എടുക്കേണ്ടതുമാണ്. എന്തായാലും ഒരു പാകിസ്ഥാൻ മുക്ക്, ഒരു ജിന്ന സ്ട്രീറ്റ് കേരളത്തിൽ ആവശ്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.